ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഡോസ്. നമ്മൾ കാണാൻ പോകുന്നത് പോരട്ടോ നാനോഡോസ് നെക്സ്റ്റ് എപ്പിസോഡ് നമ്പർ 253, 254, 285 എന്ന എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ പ്രസനാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്ത് നമ്മൾ കണ്ടിരുന്നു സാസ്കി ഒരു മിഷന്റെ ഭാഗമായിട്ട് നാറൂട്ടോടെ ഊണ്ട്, അതായത് മുറിവ് ക്ലിയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തിനു പോയിട്ടുണ്ടായിരുന്നു, ഒരു മിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളെ പെഞ്ചുറയും ജിജിയും വേറൊരു സ്ഥലത്ത് നിന്ന് ജോലിയാണ്. സാസ്കി അവിടത്തേക്ക് ചുമന്ന് ഒരെണ്ണത്തിലേക്ക് മാറ്റുന്ന ജോലിയാണ്. ഒരു കൈ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ്സ്, ഗാർഡ്സ് എല്ലാവരും വന്ന് സാസ്കിനെ ചുമ്മാ തല്ലിയിട്ടൊക്കെ പോവാണ്. അപ്പോൾ പെഞ്ചുറയും ജിജിയും വന്നിട്ട് പറയുന്നുണ്ട്, അല്ലടാ നിന്നെ എന്തിനാ ഇവരിങ്ങനെ തല്ലുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ സാസ്കി പറയാണ്, അല്ല എനിക്ക് തോന്നുന്നത് ഇത് നമ്മളുടെ സൻസറുവിൻ്റെ ഓർഡറാണ്. സൻസറു ആരായിരുന്നു? ജയിലിൻ്റെ ചീഫായിരുന്നു. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞിട്ടാണെന്ന്. അങ്ങനെ ഇവരെല്ലാം തിരിച്ച് നമ്മളുടെ സെല്ലിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ ഡോക്ടർ ഇവർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആള് കാണാൻ ഭയങ്കര സുന്ദരിയാണ്. അത് മാത്രമല്ല എൻഗേജ്ഡ് അല്ല, നമ്മുടെ മാരീഡ് അല്ല എന്നൊക്കെയാണ് തോന്നിയെന്ന് ഇവർ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗന്നു പറയാണ്, ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് അവരെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വല്ലതും സൻസറു അറിഞ്ഞാൽ അയാൾ ഇനി നിങ്ങളെ തീർത്തുളയുമെന്ന്. നമ്മുടെ സൻസറുവിനെ മെനോനെയും കാണിക്കുകയാണ്. സൻസറു ആണെങ്കിൽ വേറൊരു മെനോനെയാണ് ഇറക്കിയേക്കുന്നത്. സാസ്കി മുറിച്ച മെനോയുടെ കൈ ഇതുവരെ ശരിയായിട്ടില്ല. അതിന് നല്ല വേദനയുണ്ട്. അത് കണ്ടിട്ട് ഇതിങ്ങനെ സഫർ ചെയ്യുന്ന കണ്ടിട്ട് ഇയാളെ പറയാണ്, സൻസറു സാസ്കിയാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാനേ പോകുന്നില്ല. നീ എൻ്റെ ഏരിയയിൽ കയറി കളിച്ചിരിക്കുന്നു. സംഭവം ആ മെനോയ്ക്കും ഈ മെനോയ്ക്കും നല്ല വേദനയും സംഭവമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് മെനോമാരും ഓരോരോ താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മളുടെ രാത്രി സാസ്കി സെല്ലെന്ന് പുറത്തിറങ്ങാണ്. ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിക്കാൻ നൈസായിട്ട് പറ്റിയെങ്കിലും നമ്മളുടെ മെനോടെ കണ്ണ് വെട്ടിക്കാൻ പറ്റിയിട്ടേ ഇല്ല. നമ്മളുടെ മെനോ ആണെങ്കിൽ ചാടി വന്ന് പാഞ്ഞ് കవ్വാൻ നോക്കുകയാണ് നമ്മളുടെ സാസ്കിനെ. സാസ്കി ആണെങ്കിൽ പാഞ്ഞും തെറിച്ചും വന്ന് മെനോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഫ്ലാഷ് അറ്റാക്കിൻ്റെ ഇടയിൽ എന്ത് പറ്റാണ്, ഒരു മുറിവ് സാസ്കിയുടെ മുഖത്ത് പറ്റാണ്. അങ്ങനെ സാസ്കി സ്ക്രോൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സോഡ് സമൺ ചെയ്ത് അതെടുത്ത് അടിക്കാൻ പോകുമ്പോഴാണ് സാസ്കിക്ക് കണ്ണൊക്കെ ബ്ലറായി മെനോന്റെ വിഷം ദേഹത്ത് ഏറ്റിറങ്ങുന്നത്. സാസ്കി പെട്ടെന്ന് ബോധം കെട്ട് വീഴാനും മെനോ സാസ്കിനെ തിന്നാനും പോകുമ്പോഴാണ് അവിടത്തേക്ക് ഒരു റെഡ് തുണി വരുന്നത്. ആരാ അത് കൊണ്ടുവന്നേ നോക്കുമ്പോൾ സാസ്കി നോക്കുമ്പോഴാണ് കാണുന്നത് സാക്കുറ പറയുന്നുണ്ട്, എല്ലാം ഇവിടെ ഞാൻ ഇപ്പോൾ മിഷന് വന്നേക്കാണ്. ഇത്ര കെയർലെസ് ആയിട്ടാണോ മിഷൻ ചെയ്യുന്നത്? സാരല്ല, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടോ, ഇനി ഒന്നും പേടിക്കേണ്ടെന്ന്. അങ്ങനെ എന്താണ് സാസ്കി കണ്ണു തുറക്കുമ്പോൾ അതാണ് ആലോചിക്കുന്നത്. അതാരായിരുന്നു? സാക്കുറ ആയിരുന്നോ? ആ ഡോക്ടർ എന്ന് ആലോചിക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മളുടെ സാക്കുറ തന്നെ അങ്ങോട്ട് ഡോക്ടറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്. ഞാൻ ഡോക്ടറായിട്ട് ഇവിടെ ചാർജ് എടുത്തേക്കാണ്, ചോദിച്ചു വാങ്ങിച്ച ചാർജാണ്. അതിന് ഞാൻ ലീഫ് വില്ലേജിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറായതുകൊണ്ട് ഇവിടെ എനിക്ക് ചാൻസ് തന്നതാണ്. നീ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന മിഷൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതെ, അത് തന്നെയാണ് കാര്യം. നമ്മളുടെ കക്കാശി പോയിട്ട് കുറച്ചധികം ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ പ്രിൻസ് പിള്ളേരെ പഠിക്കാൻ പോയിട്ട്. അപ്പോഴത്തേക്കും കക്കാശിക്ക് മനസ്സിലായ ഒരു സംഭവമാണ്, ആ ഒരു സംഭവം ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ പേര് അൾട്രാ പാർട്ടിക്കിൾസ് എന്നാണ് നമ്മളുടെ ആളിട്ടേക്കുന്നത്. ആര്? നമ്മളുടെ സേജസോയിക് സിക്സ് പാത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ടെയിൽഡ് ബീസ്റ്റിന്റെ പവർ ഒരുപാടായപ്പോൾ നമ്മളുടെ സേജസോയിക് സിക്സ് പാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഇതുപോലെ അടിവരുന്ന നല്ലൊരു വേദന സേജസോയിക് സിക്സ് പാത്തിൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം സേജസോയിക് സിക്സ് പാത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു വാൽ നക്ഷത്രത്തിനെ കാണുന്നത്. ആ ഒരു നക്ഷത്രത്തിൻ്റെ വിളക്കും അതിൻ്റെ എടുപ്പും പ്രസരിപ്പും കണ്ടപ്പോൾ തന്നെ അതിന് ഈ വേദന മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ആ വാൽ നക്ഷത്രം ചെന്ന് വീണത് ഈ ഒരു ജയിലിൻ്റെ ഏതോ ഒരു ഭാഗത്താണ്. അതിൻ്റെ ചെറിയൊരു പാർട്ടിക്കിളാണ് എടുത്തത്. ആ ഒരു പാർട്ടിക്കിളിനെ അൾട്രാ പാർട്ടിക്കിൾ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടാണ് നമ്മുടെ സേജസോയിക് സിക്സ് പാത്തിൻ്റെ മെഡിസിൻ ഉണ്ടാക്കിയതും അത് കാരണമാണ് സേജസോയിക് സിക്സ് പാത്തിന് ആ വേദന മാറിയതും. മെഡിസിൻ്റെ പ്രിപ്പറേഷനും രീതിയും എല്ലാം ആ ബുക്കിൽ പിക്ചേഴ്സായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എവിടാണ് ഈ ജയിലിൻ്റെ എന്ന് അറിയാൻ വയ്യ. ആ ഒരു പിക്ചേഴ്സും ഇതിനകത്ത് തന്നെ ഉണ്ട്, അതായത് ഈ ജയിലിൻ്റെ ഏത് ഭാഗത്താണെന്ന്. അപ്പോൾ അത് ആകാശത്ത് നിന്നും നേരെ ഭൂമിയിലേക്ക് പതിച്ച് ഭൂമി കാണുന്നത് പോലെയും ആകാശം കാണുന്നതേയും പോലെയും ഒരു സ്ഥലത്താണ് അതുള്ളതെന്നാണ് പറഞ്ഞേക്കണേ. സാസ്കി പറയാണ്, സാക്കുറ നിനക്കറിയാലോ എനിക്ക് എൻ്റെ മിഷനിൽ വേറൊരാളെ തലയിടുന്നതോ വേറൊരാളെന്നെ ഹെൽപ്പ് ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് നാറൂട്ടോനോട് ഞാൻ ഒറ്റയ്ക്ക് മിഷന് പോകുന്ന കാര്യം പറഞ്ഞ് സംസാരിച്ച് വാങ്ങിച്ചത്. അപ്പോൾ നീ ഇതിനകത്ത് ഇടപെടരുതായിരുന്നു എന്ന്. സാക്കുറ പറയണ, ഞാൻ അങ്ങനെ വന്നതല്ല, ഞാനിവിടെ ലീഫ് വില്ലേജിൽ നിന്ന് ഇവിടെ ഡോക്ടറിൻ്റെ ഹെൽപ്പിനായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നില്ലേന്ന്.
അങ്ങനെ പറഞ്ഞിട്ട് സാക്കുറ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും മിഷന്റെ കാര്യമാണെന്ന് സാസുക്കിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്കും സാക്കുറ പറയാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര അധികം നാളായില്ലേ, എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ചൊരു മിഷൻ പോലും അധികം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം എന്നൊക്കെ പറയാണ്. അധികം മുറയ്ക്കൊന്നും കേട്ടില്ലെങ്കിലും ജിജി ഇവർ മാരീഡ് ആണെന്നുള്ള കാര്യം കേൾക്കാണ്. ഇവർ രണ്ടുപേരും മെഡിക്കൽ റൂമിൽ നിന്നാണ് സംസാരിച്ചതെങ്കിലും ജിജി അതിൻ്റെ പുറത്ത് വന്നിട്ട് സാസുക്കി വന്നതിൻ്റെ പുറത്ത് എന്താ സംഭവം എന്നറിയാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ സാസുക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സമയത്ത് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇവർ മാരീഡ് ആണെന്ന കാര്യം മാത്രം ജിജി ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടായിരുന്നു. സാസുക്കി പുറത്തിറങ്ങി വരുമ്പോൾ ജിജിനെ തട്ടിയിട്ടുകൊണ്ടാണ് സാസുക്കി വരുന്നത്. ജിജിയുടെ കയ്യിലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സാസുക്കി പറയാണ്, ഓ നീയും ഇവിടെ ഉണ്ടായിരുന്നു, ആ ഞാനും ഇവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, സംശയമുണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കാൻ, അതെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ നമ്മളുടെ സാസ്കി ആണെങ്കിൽ സാക്കുരനെ ഒന്ന് നോക്കിയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും ഇതിനകത്ത് ഉണ്ടാക്കരുത്, ഞാൻ തന്നെ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും എന്ന് പോലെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ജിജിയോട് പറയാണ്, നീ എന്തായാലും ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, അതായത് നിങ്ങൾ മാരീഡ് ആണെന്ന കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ജിജി ചോദിക്കുകയാണ്. അല്ല ഞാൻ പറയാത്തത് എന്ന് സാസ്കി പറയാൻ വരുമ്പോൾ സാക്കുറ പുറകിന്ന് വിളിച്ച് പറയാണ്, അതായത് അവൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നേ, അങ്ങനെ എന്താ തോന്നുന്നത് തെറ്റാണോ ജിജി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഒരിക്കലും ഇല്ല, അത് ശരിയാണ്, അത് ശരിക്കും ശരിയാണ് എന്ന് ജിജി പറയാണ്. എന്നിട്ട് അത് അവൻ സാസ്കിയോട് പറയുന്നുണ്ട്, അതെ അത് ശരിയാണല്ലേ, അങ്ങനെ കാണുന്നത് തെറ്റൊന്നുമില്ല അല്ലേ, കാണാൻ നമുക്ക് ശ്രമിക്കാമല്ലേ എന്ന്. അപ്പോൾ സാസ്കി പറയണം, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ ഇതിനൊക്കെ ശേഷം ഇങ്ങനെ ഓരോ മിഷനായിട്ട് പോകാറുണ്ടായിരുന്നു, എത്ര നാൾ നീ മാറി നിൽക്കുമായിരുന്നു, ഞാനിപ്പോൾ പോയിട്ട് തന്നെ ഒരു 4-5 വർഷമാകും, അതിൽ കൂടുതലാവുമായിരിക്കും എന്ന രീതിയിൽ ജിജിയോട് പറയാണ്. എന്താ നീ പറയുന്നത്, വർഷങ്ങളോളം നീ മാറി നിൽക്കുന്നേ, എന്താടാ ഇത് ഇങ്ങനെയൊക്കെയാണോ, നീ എത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് ജിജി പറയാണ്. അപ്പോൾ സാസ്കി പറയണം, എന്താ അതിൽ തെറ്റുണ്ടോ എന്ന്. അപ്പോൾ ജിജി പറയാണ്, ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്, വല്ലപ്പോഴും ഒക്കെ ഫാമിലിനെ പോയി മീറ്റ് ചെയ്യണം, അവരോട് സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, ഓരോ ആവശ്യങ്ങൾ ചെയ്ത് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു ട്രസ്റ്റും ഡിപ്പെൻഡൻസിയും ഒക്കെ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ഫാമിലി തന്നെ നിന്നെയൊക്കെ മറന്നു പോകുന്നു. അപ്പോഴത്തേക്കും മെനോ അതിലേ പോകുന്നുണ്ടെങ്കിലും ഉമ്മാരെ പേടിക്കുന്നില്ല, കാരണം കയ്യിൽ ചുമന്ന തുണി കെട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ജിജി പറയണം, അവനും ഇതുപോലെ ഒരു ലവർ ഉണ്ട്, അപ്പോൾ അവളെ ഒരുപാട് നാളായിട്ട് അവൻ വെയിറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്, ഇനി എത്രയും പെട്ടെന്ന് അവളെ മീറ്റ് ചെയ്യണം, അതിനത്ര ആഗ്രഹത്തോടെ ആകാംക്ഷയോടെയാണ് അവൻ നിൽക്കുന്നത്, അത് അവൻ പറയാണ്. അപ്പോൾ സാസ്കി പറയാണ്, നീ ഈ സംഭവങ്ങളൊന്നും ആരോടും പറയരുത്, പിന്നെ എനിക്കൊരു ബുക്ക് വേണമായിരുന്നു, ബുക്ക് ഓഫ് ഹെവൻസ് എന്ന് പറയുന്ന ബുക്ക്, അതായത് ഈ ഒരു ബുക്കിനുള്ളിൽ കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ട്, ഈ ഒരു ബുക്ക് മിക്കവാറും സാൻസുറുവിൻ്റെ മുറിയിലായിരിക്കും കാണാമെന്ന് സാസ്കിക്ക് തോന്നുകയാണ്. അപ്പോൾ ജിജി പറയുന്നുണ്ട്, അതായത് ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ സാധാരണ ആരെങ്കിലും റൂമിൽ കൊണ്ട് സൂക്ഷിക്കുക, ലൈബ്രറി ഇവിടെ ഉണ്ട് അവിടെ കാണുമെന്ന്, അവിടെ തിരക്കി നോക്കാമെന്ന് സാസ്കി വിചാരിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയുടെ വാർഡൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ പഞ്ചുറയാണ്. അപ്പോൾ പഞ്ചുറയോട് ചോദിച്ചാൽ അവൻ തരുമെന്ന് ചോദിച്ചാൽ അവൻ ഇക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയാണ്. പക്ഷെ അവനൊരു വീക്ക്നെസ് ഉണ്ട്, കാർഡ് കളി. അപ്പോൾ ഈ കാർഡ് കളി ഭയങ്കര അവനൊരു ഇതാണ്. അപ്പോഴത്തേക്കാണ് സാക്കുറ അങ്ങോട്ട് വരുന്നത്. സാക്കുറ കണ്ടതും നമ്മളുടെ പാഞ്ചറ ഡോക്ടർ ഇതാരും പറയരുതെന്ന് പറയാണ്. ഇല്ല ഞാൻ ആരോടും പറയത്തില്ല, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാർഡ് കളിക്കുകയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സാക്കുറയാണ് ഈ ബുക്ക് ഓഫ് ഹെവൻസ് തിരക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാഞ്ചറ പറയാണ്, ഡോക്ടറിന് സഹായം ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്കിൻ്റെ ലിസ്റ്റൊക്കെ തന്നത്. പക്ഷേ ആ ബുക്ക് ഇപ്പോൾ ഇരിക്കുന്നത് സേഫ് ലോക്കറിലാണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാന്നുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം A-ലെവൽ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലമാണ് അവിടെ ആ ഒരു സേഫ് ലോക്കർ. അവിടെ വെച്ചേക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കായിരിക്കും. സാൻസുറുവിൻ്റെ അതൊരു വേണം എന്ന് പറയണം. അപ്പോൾ നമ്മൾ സാക്കുറ പറയണം, ഓക്കെ പക്ഷെ എനിക്ക് കാർഡ് ഗെയിം കളിക്കാമോ എന്ന്. ഓഫ് കോഴ്സ് മാഡം നിങ്ങൾക്ക് കളിക്കാം, പക്ഷേ നിങ്ങൾ ഈ ബുക്ക് ചോദിക്കരുതെന്ന് പറയണം. ഞാൻ ചോദിക്കും, അതാണല്ലോ എൻ്റെ ആവശ്യം, നീ എന്നെ തോൽപ്പിച്ചാൽ നീ എനിക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം. എന്നെ തോൽപ്പിക്കാനോ അത് പറ്റത്തില്ലെന്ന് പറയാണ്. സ്റ്റാർലൈൻസ് എന്ന ഗെയിമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാ കാർഡും സാക്കുറയുടെ കൊടുക്കുന്നുണ്ട്. സാക്കുറ കോഡൊക്കെ അഴിച്ചിട്ട് എല്ലാ കാർഡും വാങ്ങിച്ചിട്ട് അവൾ കൃത്യമായിട്ട് എല്ലാ കാർഡും നോക്കുന്നുണ്ട്. എന്നിട്ട് ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, അവൻ ആ ഒരു റൂൾസും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അവളത് കേട്ടോണ്ട് തന്നെ കാർഡ്സ് ഓരോന്നും നോക്കുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മളുടെ പഞ്ചറേനെ സാക്കുറ തോപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു കീയും കൊടുക്കുകയാണ് സേഫ് ലോക്കറിൻ്റെ. അങ്ങനെ ബുക്ക് ഓഫ് ഹെവൻസ് എടുക്കാം. സാക്കുറ എന്ത് ചെയ്യാണ്, ആ ഒരു സേഫ് ലോക്കറിൽ കയറാണ്. അങ്ങനെ നമ്മളുടെ സാക്കുറ
സാക്കുറയും അതുപോലെ തന്നെ സാസ്കിയും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ അവിടെ പോയിട്ട് ആ ഒരു ബുക്ക് ഓഫ് ഹെവൻസ് തിരക്കുന്നുണ്ട്. നമ്മളുടെ സാസ്കിയും സാക്കുറയും അവിടെ ഒരുപാട് തിരക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബുക്ക് ഓഫ് ഹെവൻസ് കുറേ അധികം നേരം കാണാനില്ല. അങ്ങനെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുന്ന സമയത്ത് സാക്കുറേനെ സാസ്കി പറഞ്ഞു നിർത്താണ്, അതായത് സാക്കുറ നീ ഒന്ന് നിൽക്കണമെന്ന്. അപ്പോഴത്തേക്കും സാസ്കി ചോദിക്കുകയാണ്, അതായത് നീ എന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടോ? കാരണം ഒരുപാട് നാൾ ഞാൻ നിന്നെ വിട്ടിട്ട് ദൂരെ മാറി നിന്നിട്ടില്ലേ? അപ്പോൾ സാക്കുറ പറയണേ, അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്നില്ല, എനിക്കറിയാം നിങ്ങൾ എന്തിനാ പോണേന്ന്, മിഷന് വേണ്ടിയിട്ടല്ലേ. എനിക്ക് മനസ്സിലാവും അതിൻ്റെ സീരിയസ്നെസ്. നമ്മളുടെ വില്ലേജും ഈ ലോകം തന്നെ ഫേസ് ചെയ്യാൻ പോണ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്ററിനെയല്ലേ നിങ്ങൾ തിരക്കി പോകുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ സാസുക്ക് പറയണേ, എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആയാലും എത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും ഞാൻ ഫാമിലിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കണം, തയ്യാറായിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയാണ്. സാക്കുറ പെട്ടെന്ന് ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. സാക്കുറ, നീ എന്നെ ഒരുപാട് നാൾ എങ്ങനെ സഹിച്ചു, എൻ്റെ ഓരോ തെറ്റുകളും ക്ഷമിച്ചു, നീ എൻ്റെ കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു, നിനക്ക് ഞാൻ തിരിച്ച് ഒന്നും തന്നെ തന്നിട്ടില്ല, ഇപ്പോൾ ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അങ്ങ് വിടുകയാണ്. അപ്പോൾ കയ്യിൽ സാക്കുറ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റിങ്. നമ്മളുടെ സാക്കുറയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, അല്ല സാസ്കി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന്. അങ്ങനെ നമ്മളുടെ സാക്കുറയും സാസുകയും കൂടെ അടുത്തായിട്ട് എല്ലാ ബുക്സും അവിടെ തിരക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവരൊരു ബുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെന്താനും. അതിനകത്ത് ഏതോ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു മൂൺലൈറ്റ് ഉണ്ട്, മൂൺലൈറ്റ് നല്ല രീതി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരോ ആനിമൽസിനാണ് ആ ബുക്കിൻ്റെ ഓരോരോ പേജുകളിലായിട്ട് കൊടുത്തേക്കുന്നത്. അതെല്ലാം കൂടി വെച്ച് വായിച്ചാൽ ഒന്നും തന്നെ കിട്ടുന്നില്ലല്ലോ എന്ന് സാക്കുറ പറയുമ്പോൾ, ഇല്ല ഇതിനകത്ത് ഉണ്ട്, ഇത് നമ്മുടെ ഫയർ സിമ്പിൾ, അതായത് നമ്മുടെ വില്ലേജ്. ബാക്കി കിടക്കുന്നത് എല്ലാം നോക്ക് എന്താന്ന്, നമ്മൾ സേജസ് ഓഫ് സിക്സ് പാത്ത് പിരിച്ചുവിട്ട ഓരോ ആനിമൽസും നോക്ക്, ഡിവൈൻ ട്രീ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഓരോ ആനിമൽസിൻ്റെയും രൂപം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ 8 ടൈല് 7 ടൈല് 9 ടൈല് 1 ടൈല് 2 ടൈല് അങ്ങനെ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സേജസ് ഓഫ് സിക്സ് പാത്ത് ഉൾപ്പെടെ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ഡിവൈൻ ട്രീ, സേജസ് ഓഫ് സിക്സ് പാത്ത്, ബീസ്റ്റുകൾ, അതുപോലെ തന്നെ എല്ലാം. അപ്പോഴത്തേക്കും ഇതെല്ലാം കണക്റ്റായിട്ട് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു സ്ഥലം. രാത്രിയിലാണ് ആ സ്ഥലത്തെ അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ പോയി അന്വേഷിക്കേണ്ടി വരും എന്ന് സാക്കുറയോട് പറയാണ്. എന്നാൽ തന്നെയും അത് എവിടെ ആയിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അത് എങ്ങനെ തിരക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് സാസുക്കിയും സാക്കുറയും സംസാരിക്കുന്നത് ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ പെഞ്ചുറയും ജിജിയും എല്ലാവരും ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജിജി പറയാണ്, ഇപ്പോൾ നോക്കിക്കോ ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മളുടെ ജിജിയും അതുപോലെ തന്നെ പെഞ്ചുറയും കൂടെ നോക്കുകയാണ്. അപ്പോൾ ജിജി ആണെങ്കിൽ ഒരു കയ്യിലിരുന്നൊരു കൊച്ചു കമ്പെടുത്തിട്ട് പുറത്ത് കാണിക്കുകയാണ്. ആ കമ്പിലൊരു ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മളുടെ മെനോ വന്നിട്ട് മണത്ത് നോക്കുന്നുണ്ട്. അതിനത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജിജി പറയാണ്. എന്നിട്ട് അവനവൻ്റെ കൈയൊക്കെ ഇട്ട് പുറത്തിടുന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല മെനോ. അപ്പോഴത്തേക്കും നമ്മളുടെ പെഞ്ചുറനെ കൂടെ വിളിച്ചിട്ട് നീ ചെയ്ത് നോക്ക്, നീ തടയി നോക്ക്, തൊട്ട് നോക്ക്, ഒന്നും നീ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ഗന പറയാണ്. അത് കേട്ടിട്ട് അവൻ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ അത് പെട്ടെന്ന് കടിക്കാൻ പോവാണ്. എന്താ സംഭവം എന്ന് ഇവരെല്ലാവരും നോക്കുമ്പോൾ സാസ്കി പറയാണ്, അത് കൈ പുറത്ത് പോയാൽ മാത്രമാണ് ഒന്നും ചെയ്യാത്തത്, പക്ഷെ കാല് പോയാൽ എന്ത് ചെയ്യും, അത് കടിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് വന്ന് നിന്നെ രക്ഷിച്ചതെന്ന് പറയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു എന്നും പറയാണ്. അപ്പോഴത്തേക്കും ഗാർഡ് അങ്ങോട്ട് വന്ന് എന്താ സംഭവം തിരക്കുമ്പോൾ ഇവന്മാർ തമ്മിൽ അടിയാണെന്ന് പറയാണ്. അതായത് നമ്മുടെ ജിജിയും പെഞ്ചുറയും. അതായത് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരാൻ പോവാണ്, അപ്പം നിങ്ങൾ ഇവിടെ നടന്ന പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആ ഒരു ഗാർഡ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇക്കാര്യം സാക്കുറ മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ സാക്കുറ തന്നെയാണ് പോകുന്നത്. അടുത്ത വില്ലേജിൽ നിന്നുള്ള പ്രൈം മിനിസ്റ്റർ ഉണ്ടേ ആ ഒരു ആളാണ്. അപ്പോഴത്തേക്കും അയാളുടെ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മളുടെ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ഈ ജയിലിലെ വാർഡനും എന്തോ ഇതുണ്ട് എന്ന് മനസ്സിലാക്കാണ്. അപ്പോഴത്തേക്കും സാക്കുറ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴി അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തുകൊണ്ട് സാർ വന്നില്ല, ചീഫ് വന്നില്ല എന്നെ സ്വീകരിക്കാമെന്ന്. അല്ല ചീഫ് ഇപ്പോൾ കുറച്ച് ബിസിയാണ്, എന്നോടാണ് പറഞ്ഞത് നിന്നെ സ്വീകരിച്ചോണ്ട് ചെല്ലാൻ, അതുകൊണ്ട് നീ എവിടെയാണ് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ സാക്കുറ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രൈം മിനിസ്റ്ററിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് നിന്നെ ഇങ്ങോട്ട് അയക്കുന്നത് വഴിയെന്ന് എനിക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ഇൻഫർമേഷൻ അവൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അല്ല അതിപ്പോൾ ചോദിക്കാനുള്ള കാര്യം എന്താ എന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സക്കുറ പറയാണ്, അതായത് ഒന്നുമില്ല, പക്ഷേ എന്തോ ഒരു സംശയം സെൻസറും നിന്റെ മുകളിലുണ്ട്, ഒന്നറിയാലോ ഒന്ന് പറഞ്ഞാൽ 2 സെൻസറുകൾ വെട്ടും. അപ്പോഴത്തേക്കും എൻ്റെ കാര്യമല്ലല്ലോ നിൻ്റെ കാര്യമല്ലേ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സക്കുറ കൊണ്ടുപോകണം. അങ്ങനെയല്ല, പക്ഷെ നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് വന്നപ്പോഴേ പറഞ്ഞതാണല്ലോ, എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന്. പക്ഷേ എന്നെ യൂസ് ചെയ്ത മെസ്സേജ് കൊടുക്കുന്നു എന്നത് മാത്രമാണിത്. ഞങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് മാത്രമാണ് ഈ ഒരു
ഒരു ഈഗിളിൻ്റെ ആ ഒരു കമ്പ് കൈ പിടിച്ചേക്കുന്നില്ലേ, അത് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് മാത്രമാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എനിക്ക് പറഞ്ഞ മെസ്സേജ് ഒരു ലെറ്റർ പോലെ വായിച്ച് കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല എന്ന്. അങ്ങനെ സാക്കുറ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ സാസ്കയുണ്ട്. ആ സാസ്ക ആണെങ്കിൽ അവനെ ഗെഞ്ചുത്സുവിൽ പെടുത്തി അവൻ ഇത്ര നേരം ഇവിടെ വന്നത് മുതൽ ബാക്കിയുള്ള ഓർമ്മകൾ കളയാണ്. അങ്ങനെ സെൻസുലുടെ റൂമിൽ ഇപ്പോൾ പോകാൻ പോകുന്നത് സാക്കുറയാണ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത്. അങ്ങനെ സെൻസുലുവിൻ്റെ കണ്ണിനെ പറ്റി സാക്കുറ പറയാണ്. അതൊരു പ്രത്യേക ടൈപ്പ് ആർട്ടിഫിഷ്യൽ കണ്ണാണ്. അത് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് തന്നെ അതിന് ഓയിൽ ഉപയോഗിച്ച് നീങ്ങാൻ പറ്റൂ. പക്ഷെ സെൻസറുവിൻ്റെ കണ്ണിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര ഓയിൽ യൂസ് ചെയ്താലും അത് പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ട് തിരിയത്തില്ല. അത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ തിരിക്കണമെങ്കിൽ തന്നെ ഏകദേശം 5-10 മിനിറ്റ് എടുക്കും അത് ചെയ്യാൻ. സാസ്കി പറയാണ്, എന്നാൽ പിന്നെ അവൻ്റെ വീക്ക്നെസ് തന്നെ നമുക്ക് സ്ട്രെങ്ത് ആക്കിയേക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ സക്കുറ നമ്മളുടെ സെൻസറിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് അവിടുത്തെ മെസ്സഞ്ചറിനെ പോലാണ് വരുന്നത്. നിങ്ങളെ കണ്ടിട്ട് കുറച്ചധികം നാളായല്ലോ, എന്താ ചോദിക്കാനും പറയാതെ ഇങ്ങനെ കയറി വന്നു, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് സെൻസുൽ പറയാണ്. അപ്പോഴത്തേക്കും സാക്കുറ കയ്യിലുള്ള വടിയാണ് നമ്മളുടെ സാസ്കിയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിക്കായിട്ട് മാറിയിരിക്കുന്നത്. അത് ഉരുട്ടി വിടുകയാണ്. ആ സൗണ്ട് സെൻസുലോ കേൾക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് നോക്കാനായിട്ട് കണ്ണു തിരിക്കാൻ വയ്യല്ലോ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വടി എവിടെ പോയി എന്ന് സെൻസുൽ ചോദിക്കുകയാണ്. അത് കണ്ടിട്ട് എന്തോടെ ഉണ്ടല്ലോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുകയാണ്. ഓ, അതവിടെ ഉണ്ടോ? അപ്പം വേറെന്തെങ്കിലും സൗണ്ട് ആയിരിക്കും. എന്തോ വെച്ചും ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. പുറകിൽ സാസ്കി കീഴെടുത്ത് പതുക്കെ ഡോർ തുറക്കുന്നുണ്ട്. ഇവിടെ സെൻസിലും അതുപോലെ തന്നെ ഇയാളും സംസാരിക്കുന്നുണ്ട്. അയാൾക്ക് പറയാനുള്ള കാര്യം നമ്മുടെ മറ്റേ ആൾ പറഞ്ഞത് പ്രകാരം നമ്മുടെ സാക്കുറയോട് പറയുന്നുണ്ട്. കുറേ നേരം പിടിച്ചെടുത്താൻ നോക്കുന്നുണ്ട്. ഇയാളെ കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുണ്ടല്ലോ, മുമ്പുള്ളതിനേക്കാളും നന്നായിട്ടുണ്ട് ഇപ്പോൾ കാണാൻ, ഒരുപാട് സ്മാർട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ ഈ ജയിലിൽ തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സെൻസിലുവിനെ പിടിച്ചെടുത്താൻ സാക്കുറ നോക്കുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം സെൻസുൽ കേട്ടോണ്ട് വന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അവിടെ ആരുമില്ല, ഡോറും ക്ലോസ്ഡാണ്. ഒന്നുമില്ലെന്ന് തോന്നിയിട്ട് അവൻ അവിടെ നിന്ന് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സാസ്കി അവൾ ഡോർ തുറന്ന് നോക്കുകയാണ്. ആ സീക്രട്ട് റൂമിനുള്ളിൽ വെറും കോഴികളാണ്. കോഴികൾ മാത്രമോ എന്ന് പറഞ്ഞ സാസ്കി പോയി നോക്കിയാൽ അവിടെ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ സമണിങ് പോലെയോ റീഇൻകാർണേഷൻ്റെ ആ ഒരു സീലിംഗ് പോലെയോ എന്തൊക്കെയോ കാണാം. ഒരുപാട് സ്ക്രോൾസ് കാണാം, ഒരുപാട് വെപ്പൺസ് കാണാം, ഒരുപാട് റീഇൻകാർണേഷനെ യൂസ് ചെയ്യുന്ന ടൂൾസ് കാണാം. അപ്പോൾ ഇവിടെ റീഇൻകാർണേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയിട്ട് ആരെ റീഇൻകാർണേറ്റ് ചെയ്യുന്നു? അപ്പോഴാണ് മെനോ ഓടി വരുന്നത് വേറൊരു സൈഡിൽ നിന്ന്. മെനോനെ അപ്പോൾ ഇവർ റീഇൻകാർണേറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ കണക്ക് കൂട്ടുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഇവർ പണ്ട് ഒരു ഷിനോബീനെ ബലി കൊടുത്തിട്ട് ഇവർ പണ്ട് റീഇൻകാർണേഷൻ ചെയ്തില്ലേ വാർ സമയത്ത്, അതുപോലെ കോഴീനെ ബല കൊടുത്തിട്ട് എന്തോ ഒന്നിനെ റീഇൻകാർണേറ്റ് ചെയ്യാനായിട്ട് ഇവർ ട്രൈ ചെയ്യാണ്. അപ്പോൾ അതുവഴി മെനോനെയാണ് ഇവരിപ്പോൾ റീഇൻകാർണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെനോ സാസ്കി ആദ്യം അറ്റാക്ക് ചെയ്ത മെനോയാണ്. ഈ ഒരു മെനോനെ സാസ്കി എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു നിർത്തുന്നുണ്ട്. നിന്റെ ദേഹത്ത് ഒരുപാട് വേദന ഉണ്ട് ഞാൻ അറ്റാക്ക് ചെയ്തത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് സാസ്കി ഹീൽ ചെയ്യുന്നുണ്ട് മെനോനെ. അപ്പോഴത്തേക്കും മെനോ ആണെങ്കിൽ സാസ്കിയുടെ കൈ കടിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് സാസ്കിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. മെനോയുടെ നാക്ക് സാസ്കി പിടിക്കുന്നുണ്ട്. മെനോ ആണെങ്കിൽ അത് കുറച്ച് നേരം ആ ഒരു വേദന സഹിച്ചിട്ട് മെനോ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ സാസ്കിൻ്റെ അടുത്ത് വന്ന് അതിന് സാസ്കിനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സാസ്കിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. സാസ്കി പറയുന്നുണ്ട്, ഓ നീ അത്രയ്ക്കും സ്നേഹമൊന്നും കാണിക്കണ്ട, നീ ഇവിടെ നിന്നോ, നിന്റെ എത്രത്തോളം വേദനയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. നിന്റെ ജനറേഷനിൽ നിന്നും അത് പണ്ട് ഉള്ള സാധനം, നമ്മുടെ ഡൈനോസറിൻ്റെ സമയത്തുള്ള സാധനത്തിനെ അവൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നു. അപ്പോൾ ആ ഒരു ഏജിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ആ ഒരു ഡിഫറൻസ് നിനക്ക് എത്രത്തോളം നിന്റെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമെന്ന് സാസ്കി പറയാണ്. അതേപോലെ ഇപ്പോൾ മെനോനെ ഉണ്ടാക്കാനായിട്ട് ഇയാൾ ആരോ സഹായിക്കുന്നുണ്ട്. അതാരാന്ന് നമ്മളുടെ സാസ്കിക്ക് മനസ്സിലാവുന്നില്ല. മെനോനെ കൺട്രോൾ ചെയ്യുന്നത് സെൻസിലോ ആണെന്ന് തോന്നുകയാണ്. അങ്ങനെ നമ്മളുടെ സാക്കുറയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ സാസ്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബൈ ദ വേ സാക്കുറ ആ ഒരു സമയം കൊണ്ട് തന്നെ അയാളോട് സംസാരിച്ച് വലിയ രീതിയിൽ പിടിക്കപ്പെടാതെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ജയിലിനുള്ളിൽ കൂടെ സാക്കുറ പോകുമ്പോൾ എല്ലാവരും സാക്കുറയെ നോക്കിയെടുത്ത് കൈയൊക്കെ കാണിച്ച് ഡോക്ടർ എവിടെ പോവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം സാക്കുറ പോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജയിലിൽ നമ്മുടെ സാസ്കിയുടെ കൂടെയുള്ള ഗന്ന അവിടെ വന്നിരിക്കുകയാണ്. ഗന്ന പറയാണ്, സാക്കുറ നിനക്ക് സുഖമാണോ എന്ന്. അപ്പോൾ എനിക്ക് സുഖമാണ് എന്ന് പറയാണ്. അല്ല, നിന്റെ ഹസ്ബൻഡ് നിന്നെ എപ്പോഴും മിസ് ചെയ്യുമെന്ന് പറയാണ്. നീ സാക്കുറ അല്ലേ, സാസ്കിയുടെ വൈഫല്ലേ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് മനസ്സിലായിരുന്നു. നിന്നെ കണ്ടപ്പോഴും നിങ്ങളുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിനും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴോ? അതെങ്ങനെ എന്നെ കണ്ടപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ സാസ്കി നമ്മളുടെ ജയിലിലിരുന്നാലും പെട്ടെന്ന് കണ്ണടച്ച് അവൻ ചിരിക്കും. അത് ആരോ ആലോചിച്ചാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാലും അവൻ മാരീഡ് അല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്. എന്നാൽ പല സ്ഥലത്തെയും ട്രഡീഷൻ പലതായതുകൊണ്ട് തന്നെ എനിക്കങ്ങോട്ട് അവൻ എന്താ ഇവിടെ ഉള്ളതാണോ എന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാരീഡ് അല്ലാത്തൊരാളിങ്ങനെ ചിരിക്കുമ്പോൾ അത് വലിയ ആശ്ചര്യമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു.
പിന്നെ അവൻ ഈ കഴിക്കാൻ വരുമ്പോഴും ഞങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാനോ അതുപോലെ കമ്പനി എടുക്കാനോ ഒന്നും നോക്കാറില്ല. അവൻ പുറത്തോട്ട് നോക്കി ആ ഒരു പിങ്ക് ട്രീയിൽ നോക്കി ചിരിച്ചോണ്ട് നിൽക്കും. പിങ്ക് ട്രീയോ, അതെന്താന്ന് പറഞ്ഞ സാക്കുറ നോക്കുമ്പോൾ അത് നീ തന്നെ നോക്കിക്കോ, അവിടെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അവൻ എപ്പോഴും ആ ഒരാളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ആ ഒരു മരം കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും പറയാണ്. അങ്ങനെ നമ്മളുടെ സാക്കുറ അത് പോയി നോക്കാണ്. ഇപ്പം നമ്മളുടെ സാക്കുറ ട്രീ എന്നറിയപ്പെടുന്ന അതേ മരം തന്നെയാണ് നിൽക്കുന്നത്. അതാണ് അവൻ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതായത് ആ പിങ്ക് ട്രീയിലെ ആ പിങ്ക് ഫ്ലവേഴ്സ് അവളുടെ മുടി പോലെ ഇരിക്കുന്നുണ്ട്, അതുപോലെ അത് ഒതുങ്ങാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മുടെ സാസുക്കി ചിരിക്കുന്നത്. ആ ഒരു കളർ കണ്ടിട്ടാണ് ഈ ആളും ഐഡന്റിഫൈ ചെയ്തത്. ഇവിടെ വൈകുന്നേരം നമ്മുടെ ആപ്രിക്കോട്ട് പോലത്തെ എന്തോ ഒരു പഴം അവർ ഉടക്കാനിടുകയാണ്. അപ്പോഴത്തേക്കും ഇതിൻ്റെ കഥ നമ്മുടെ സാസുക്കി ജിജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവന് വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഇത് കഴിച്ച ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറയാണ്. എന്തിനായിരിക്കും ഇതിവിടെ കൃഷി ചെയ്യുന്നതെന്ന് സാസുക്കി ചോദിക്കുമ്പോൾ അതറിയത്തില്ല, അത് ആ സൻസുളു എന്തോ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ അറിയത്തുള്ളൂ. ഇതിനകത്ത് എന്തോ വലിയ പോയിസൺ ഉണ്ട്, അത് കഴിച്ച ഒരാൾ മരിച്ചിട്ടുമുണ്ട്, ഇത് സത്യം, ഇതിവിടെ നടന്നത് ഞാനുണ്ടായിരുന്നു പറയാണ്. സാസുക്കിക്ക് എന്തോ കൃത്യമായിട്ട് ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്. അത് സാക്കുറനെ അറിയിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ പോയി തിരക്കാം, എനിക്ക് ആ സ്ഥലം മനസ്സിലായിട്ടുണ്ടെന്ന് പറയാണ്. അത് ഇവർ ഫാമിംഗ് ചെയ്യുന്നതിൻ്റെ, അതായത് ഈ ഒരു പഴം കൃഷി ചെയ്യുന്നതിൻ്റെ അടുത്താന്ന് പറയണം. ആ ഒരു കാർഡ്സിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ആ കാർഡ്സിനും ആ സ്ഥലത്തിനും എന്തോ ഒരു ബന്ധമുണ്ട് അത്രേ. അതായത് നമ്മളുടെ ഇത്തിരി മുമ്പ് കളിച്ച സ്റ്റാർലൈൻ കാർഡ്സ് ഇല്ലേ, അത്. അപ്പോൾ സ്റ്റാർലൈൻ എങ്ങനെയാണ് സാക്കുറ ജയിച്ചതെന്ന് സാസ്കി ചോദിക്കുന്നുണ്ടായിരുന്നു മുമ്പേ. അപ്പോൾ സാക്കുറ പറഞ്ഞു നമ്മൾ സുനാരിയുടെ കൂടെ പോകുന്ന സമയത്ത് സാക്കുറ എല്ലാ കാർഡ്സും മെമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഓരോ കാർഡിൻ്റെ ചുളുകും മടക്കും എല്ലാം മെമ്മറൈസ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഡിഫോൾട്ട് എല്ലാം മെമ്മറൈസ് ചെയ്ത് വെച്ചു. അത് കാരണം അവൻ യൂസ് ചെയ്യുന്നത് ഏത് കാർഡാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവൾ ജയിച്ചതെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മളുടെ സാസ്കിയും സാക്കുറയും കൂടെ രാത്രി ആവുമ്പോൾ അവർ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തെയാണ്, സാസ്കി സെല്ലിലേക്ക് പോയിട്ട് ഉറങ്ങി, എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ജിജി ആണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, അവളും പോകുന്ന കാണുന്നുണ്ട്. അങ്ങനെ സാസ്കിയും സാക്കുറയും കൂടെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാസ്കിയും സാക്കുറയും കൂടെ ആ ഒരു പോണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് നമ്മളുടെ ജിജിയും സാസ്കിയും കൂടെ കുറച്ച് നാൾ മുമ്പ് ആ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് സംസാരിച്ച പോണ്ടാണ്. അതായത് അവൻ അറിയത്തില്ല ഈ പോണ്ട് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ സാസ്കി സാക്കുറയുടെ കൈ പിടിച്ചിട്ട് പറയണം, ഇനിയും ഒരുപാട് നാൾ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കാൻ പറ്റട്ടെ. നിന്നെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നിനക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ സറാടെ നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്, ഇപ്പോൾ അവൾ വലുതായിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു പ്രായങ്ങളൊക്കെ ഇല്ലേ, അതെ, അവളും ഇപ്പോൾ എല്ലാം തിരിച്ചറിയുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് പറക്കാനായിട്ടുണ്ട്. നിന്നെ കാണുകയാണെങ്കിലും നിൻ്റെ ആ ഒരു മുടി ആദ്യം കണ്ടപ്പോൾ നിനക്ക് ഓർമ്മയുണ്ട്, ഷോർട്ട് ഹെയർ ആയിരുന്നു, പിന്നെ നിനക്ക് ലോങ് ഹെയർ ആയി, ജൂനിയർ എക്സാം കഴിഞ്ഞപ്പോൾ ഷോർട്ട് ഹെയർ ആയി, ഇപ്പോൾ നീ പിന്നെയും ഷോർട്ട് ഹെയർ. ഞാനിത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു, ഇത് മാത്രമാണ് എൻ്റെ മനസ്സിൽ നിനക്ക് വന്ന വ്യത്യാസം, അത്രേ ഉള്ളൂ എന്ന് സാസുക്കി പറയുമ്പോൾ അങ്ങനെയല്ല, എൻ്റെ മുഖത്ത് ഇവിടെ ഒരു ചുളുക്ക് വന്നിട്ടുണ്ട് എന്ന് സാക്കുറ പറയണം. ശരിയാ, പക്ഷെ അത് നിൻ്റെ ഭംഗിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാത്തതെന്ന് സാസ്കി പറയണം. അപ്പോൾ സാക്കുറ പറയണം, അല്ല നമ്മളിവിടെ വന്നതിൻ്റെ വിഷയം പറ, ഇവിടെ എന്താണ് സംഭവം ചെയ്യണം. അപ്പോൾ അതായത് ഈ ഒരു പോണ്ട് ഇവിടെ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല, പിന്നെ ഇതൊന്നും മാപ്പിൽ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിനർത്ഥം ഇത് ഇവിടെ ഉണ്ടായിരുന്ന പോണ്ടല്ല, ഇവിടെ എങ്ങനെയോ വന്ന പോണ്ടാണ്. അപ്പോൾ ആരും കൊണ്ടുവന്ന് കുത്തി കൊഴിക്കാൻ കാണിച്ചല്ലോ, അവൻ പറഞ്ഞത് ജിജി പറഞ്ഞത് ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണെന്നാണ്. അപ്പോൾ ഇത് മെറ്റോർ വീണ സ്ഥലമായിരിക്കും, ഇവിടെ നിന്നായിരിക്കും ആ കഷ്ണം എടുത്തതും ആ ഒരു നമ്മളുടെ അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ആ ഒരു പാർട്ടിക്കിൾ ഉള്ളതെന്ന്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ആ ഒരു പറഞ്ഞത് പ്രകാരം ആകാശം താഴേക്ക് വീണ പോലത്തെ ഭാഗം. ആ കാർഡ്സ് എടുത്ത് നോക്കുമ്പോഴും ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് വലിയൊരു പ്രകാശം വരുമ്പോൾ മുന്നോട്ട് നടക്കുകയാണ്. സാക്കുറ പോയിട്ട് ആ ഒരു കാർഡ്, അതൊരു നമ്മുടെ പേപ്പർ ബോംബ് കവർ ചെയ്ത പോലത്തെ ഒരു പാർട്ടിക്കിൾ കിട്ടുകയാണ്, അതെടുക്കുകയാണ്. ഇത് തന്നെയാണ് ആ പാർട്ടിക്കിളിൽ നമ്മൾ അത്യാവശ്യപ്പെട്ട് ആഗ്രഹിച്ചു വന്ന സാധനം, ആവശ്യക്കാരുടെ മുന്നിൽ മാത്രമേ അത് തെളിവുള്ളൂ എന്ന് തോന്നുന്നു പറയണം. ആ ഒരു സമയത്തിലാണ് നമ്മളുടെ സൻസുറു അങ്ങോട്ട് വരുന്നത്. അയാൾ പറയാണ്, കുറേ വർഷമായിട്ട് ഞാനത് കാത്തിരിക്കായിരുന്നു, നിങ്ങളിപ്പോൾ ഇത് കണ്ടുപിടിച്ചു, സന്തോഷം, സമാധാനം, എൻ്റെ പണി പെട്ടെന്ന് തീർത്തെന്ന്. സാസ്കി സാക്കുറയോട് പറയാണ്, നീ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കേ, അത് സൂക്ഷിച്ചു വെക്കാൻ. ആ സമയത്താണെങ്കിൽ നമ്മളുടെ മെനോയുടെ കൂടെ നമ്മളുടെ സൻസുറു അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ പറയാണ്, ആ പാർട്ടിക്കിൾ എൻ്റെ തന്നെ കിട്ടും, നീ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ സാസ്കി പറയാണ്, നിങ്ങൾ ആ ഒരു ഫ്രൂട്ട് വെച്ചല്ലേ ഇപ്പോൾ റീഇൻകാർണേഷൻ ചെയ്യുന്നത്. എന്ത് റീഇൻകാർണേഷനോ, എനിക്ക് ആ ജിത്സു ഒന്നും അറിയുന്നതും കൂടിയില്ല, ഞാനല്ല അത് ചെയ്യുന്നത്, ഞാനല്ല ഇവരെ ഒന്നും കൺട്രോളും ചെയ്യുന്നത്, നീ മനസ്സിലാക്കിയതും നീ പ്ലാൻ ചെയ്തതും തെറ്റിപ്പോയല്ലോ മോനെ എന്ന് സൻസുറു ചോദിക്കുകയാണ്. നോക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ബോഡിയെ കൂടെ ചക്രയൊന്നും പോകുന്നില്ല.
അങ്ങനെ ചക്ര പോകുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഇവരെ കൺട്രോൾ ചെയ്യും? അപ്പോൾ ഇതിന് പുറകെ വേറെ ആരും ഉണ്ട്. അത് ആരാന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ നിൽക്കുകയാണല്ലോ എന്ന് പറയണം. അവിടെയുള്ള എല്ലാ ജയിലിലെ പ്രിസണേഴ്സിനെയും ഈ ഒരു നമ്മളുടെ ഒരുപാട് ഡൈനോസർ വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇത് മെനോ അല്ല, ഡൈനോസറാണ്. അങ്ങനെ നമ്മളെ മെനോനെ സാസ്കി നോക്കുകയാണ്. ആ മെനോയ്ക്ക് മുമ്പേ തന്നെ സാസ്കിനെ അറിയാമല്ലോ. നമ്മുടെ സാക്കുറ ആണെങ്കിൽ അവിടെയുള്ള ജയിൽ വാളിലുള്ള എല്ലായിടത്തും പോയി പറയുന്നുണ്ട് ഇങ്ങനെ പ്രശ്നം നടക്കുകയാണ്, ഓടി രക്ഷപ്പെടാൻ. ജിജിയോട് പറയുമ്പോൾ ആണോ സാസ്കി സേഫ് ആണോ എന്ന് ജിജി ചോദിക്കുകയാണ്. അതെ, ഞാൻ വരുന്നത് വരെ ആയിരുന്നു. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ജിജിയോട് ചോദിക്കുമ്പോൾ അവൻ പുറകിൽ നിന്ന് മുതുകത്ത് കുത്താണ്. അപ്പോൾ സാക്കുറയ്ക്ക് മനസ്സിലാവാണ് ഇവനൊരു വില്ലൻ കൂട്ടത്തിലുള്ളതാണ്. എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ആവശ്യം ഇതായിരുന്നു, എനിക്കിത് മാത്രമായിരുന്നു ആവശ്യം, നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടൂലാന്ന് സാക്കുറ പറയുമ്പോൾ നീ എന്നെ എന്തിനാണ് വിടുന്നത്? ഞാൻ തന്നെ പൊക്കോളാം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഈ പാർട്ടികൾ എനിക്കാണ് ആവശ്യം, എൻ്റെ ലവറിനെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കാണ് ആവശ്യം എന്ന് പറയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ ബിൽഡിങ്സും പൊളിഞ്ഞു വീഴാണ്. സാക്കുറ അതിനുള്ളിലാവുന്നുണ്ട്. ഒരുപാട് ഡ്രാഗൺസ് വന്നിട്ട് സാക്കുറ നിൽക്കുന്ന ഭാഗത്ത് തന്നെ കല്ല് അടിച്ചടിച്ചിട്ടാണ്. സാസ്കിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല സാക്കുറ എവിടെയാണ്, എന്താണ്, എങ്ങോട്ട് നിൽക്കുന്നതെന്നും. അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഡോക്ടറാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന്. പക്ഷേ ആ ഒരു ഡോക്ടറിനെ രക്ഷിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്ന്. അത് കേൾക്കുമ്പോൾ സാസ്കി ഒരു സമയത്തേക്ക്, ഒരു സെക്കൻഡിലേക്ക് സ്റ്റണ്ണായി പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.